കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് ബൂസ്റ്റപ്പ് മാറി വരത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ 3 മുക്കോണമായിട്ട് അങ്ങോട്ട് കുത്തി അങ്ങ് കെട്ടിവെച്ചു. അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു. ഇന്നത്തെ അമ്മക്കിളിയുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് നോക്കണ്ടേ? നമ്മളെല്ലാം ചുമ്മാ കൊണ്ടുപോയി അങ്ങോട്ട് 10-15 ദിവസം മുമ്പ് വെച്ചിട്ട് പോയല്ലോ. അതെന്തായി, എങ്ങനെയായി, അതിൻ്റെ ഗതി എന്തായി എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പം നമുക്കിതൊന്ന് കാണാം ഇപ്പോൾ കേട്ടോ. എത്തറ്റമായി നമുക്ക് വീഡിയോയിലൊക്കെ പോകാം മക്കളെ. ഇപ്പം നമ്മുടെ മുളകും തൈയെല്ലാം പതുക്കെ പൂ പോയിട്ട് മുളക് വരാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. എല്ലാ മുളകും തൈയിലും കായ് വരാൻ തുടങ്ങി. ഏതോ 1-2 എണ്ണത്തിൽ മാത്രമേ വരാത്തതുള്ളൂ. ഇതിൽ മുളക് വന്നാണ്ടോ ഭയങ്കര സന്തോഷം. എല്ലാത്തിലും മുളക് വന്നു കേട്ടോ. ഇതാ ഇതിലും മുളക് വന്നു. ചെറിയ ഇനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതെല്ലാം കാന്താരിയുടെ എല്ലാം മേലോട്ട് നിൽക്കുന്ന. ഇതൊക്കെ പൂ വരുന്നതേ ഉള്ളൂ. ഏതായാലും പച്ച പിടിച്ച് കേട്ടോ. എന്നാലും നമുക്ക് എല്ലാത്തിനും അന്ന് ചുമ്മാ അങ്ങോട്ട് ജസ്റ്റ് നട്ടതല്ലേ ഉള്ളൂ. എല്ലാത്തിനും നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി എല്ലാം കൂടെ ഒന്ന് ഇടണം. അതിനുള്ള പരിപാടിയാണ് ഇന്ന്. പിന്നെ നമ്മുടെ ബീൻസ് എല്ലാം നട്ടത് അതിനൊരു ഊന്നൊക്കെ കൊടുക്കണ്ടായി. അതെല്ലാം ഇപ്പം നമുക്ക് ചെയ്യണം. ചെടികളെല്ലാം വെച്ച് ഏകദേശം ഒരുമാതിരി ഒന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട്. ബീൻസ് എല്ലാം വള്ളി വീശാൻ ഇങ്ങനെ ആരംഭം ഇടുന്നു. അപ്പം അതിന് നമ്മൾ ഒരു ഊന്ന് കൊടുത്താലേ ഒക്കെ തൊള്ളല്ലോ. നമ്മൾ ഊന്നി കൊടുത്തെങ്കിലേ വള്ളി വീശാൻ കയറി പോകണ്ടേ. അപ്പം അതിന് വേണ്ടി ഇതാ മുളക് കൊണ്ടുള്ള ഒരു ഐറ്റം ഇങ്ങനെയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് വെക്കാൻ പോവാം. വെച്ച് എന്നിട്ട് എല്ലാത്തിനും ഒരു ഇച്ചിരി ഒരു 10-15 ദിവസം ആയല്ലോ കൊണ്ടുപോയി നട്ടിട്ട്. ശരി അനക്കം വെച്ചെങ്കിലും നമ്മൾ അടുത്തൊരു ഡോസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് ബൂസ്റ്റപ്പ് മാറി വരത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി ചാണകപ്പൊടിയും ഇച്ചിരി വളം എല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നമുക്കിപ്പോൾ എല്ലാം കൂടെ നടാം. കുറച്ച് ബീൻസ് കൂടെ ഉണ്ട് നടാൻ, അതുകൂടെ നടട്ടെ. ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സായി വാങ്ങിച്ചിരിക്കുന്ന മാനുവൽ ഇത് റെഡി ആയിട്ടുണ്ട്. മിറക്കിൾ ഗ്രോ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാത്തിൻ്റെയും മൂടൊന്ന് തുറന്നിട്ട് കുറച്ച് ഇതങ്ങോട്ട് ഇട്ട് കവർ ചെയ്തിടാൻ പോവാം. അപ്പം നമ്മൾ ഇതിൻ്റെ മൂട് ഇങ്ങനെ ഒന്ന് തുറന്നു ഇച്ചിരി വളം ഇതങ്ങോട്ട് ഇടാൻ പോകാം. മിറക്കിൾ ഗ്രോ നമ്മുടെ എല്ലുപൊടി പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ നേരത്തെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെ മൂടിൽ ഇച്ചിരി അങ്ങോട്ട് ഇട്ട് ഞാൻ പിന്നെ കുറച്ച് ചാണകപ്പൊടി കൂടി ഇടണം. ഇതും കൂടി ഇട്ട് നമുക്കങ്ങ് മൂട്ടിവിടാം. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ എല്ലാത്തിനും ഒന്ന് ജീവൻ പിടിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം, കുക്കമ്പർ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് മുഴുവൻ പോയി. ഇത്രയ്ക്കും പൈസ കൊടുത്ത് വാങ്ങിച്ചത് ഇത് കേട്ടോ. കുക്കമ്പർ ഞാൻ ഈ പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് വിത്ത് കറക്റ്റായിട്ട് കിളിച്ച് വന്നു എന്നിട്ട് അങ്ങ് അളിഞ്ഞു പോയി. പിന്നെ ഞാൻ വാങ്ങിച്ചു 2 തൈ. പക്ഷേ ഒരെണ്ണം പോയി. $4 കൊടുത്ത് വാങ്ങിച്ചതാണ് ഒരു തൈയെ. പക്ഷെ അത് പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പം എല്ലാ ചെടികൾക്കും ഞാൻ ഇങ്ങനെ ഒന്ന് മൂട്ടിലോട്ടെല്ലാം ഇച്ചിരി ഒന്ന് ഇട്ടിട്ട് കേട്ടോ. അപ്പം നമ്മുടെ പച്ചക്കറി ചെടികൾക്കെല്ലാം ഞാൻ ഇട്ട് വെട്ടിക്കൂട്ടുക എന്ന് പറയാം. ഞങ്ങളുടെ അവിടെ നല്ല എല്ലാം ഇട്ട് നല്ല ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെടിക്ക് എല്ലാത്തിനും ഞാൻ വളമിട്ട് വെട്ടി ചൂട്ടി അങ്ങേയറ്റം വരെ ഫുൾ ചെടിക്കും വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങേയറ്റം വരയ്ക്ക് ഞാൻ എല്ലാത്തിനും വളമിട്ട് നീറ്റാക്കിയിട്ടുണ്ട്. ബീൻസിന് നമ്മൾ ഊന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ. എല്ലാം ഇങ്ങനെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. മറ്റേ മുക്കോണമായിട്ട് വെച്ച് മണ്ടയിൽ കെട്ടി അവിടെ നേരെ വലിച്ചൊരു കയറും കെട്ടിയിട്ടുണ്ട്. ശരി അതിലോട്ട് അങ്ങ് പടർന്ന് കയറട്ടെ എന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഒരേ ചെടി അതേ സ്പേസിൽ നടരുത്, മാറ്റി മാറ്റി നടണം ഓരോ വർഷവും. അതായത് ഇപ്പം കഴിഞ്ഞ വർഷം അവിടെ ഞാൻ നട്ടിരുന്നത് മുഴുവനും പിന്നെ കുക്കമ്പറാണ്. ഈ പ്രാവശ്യം ഞാൻ ബീൻസ് നട്ടു. ഇവിടെ മുഴുവനും ഞാൻ നട്ടിരുന്നത് കഴിഞ്ഞ വർഷം ബീൻസ്. ഇവിടെ മുഴുവൻ ഈ പ്രാവശ്യം മുളക് നട്ടു. ഇങ്ങനെ നടാവും. ഗാർഡൻ ടിപ്സ് ആയതെല്ലാം ഒരേ ചെടി എല്ലാ വർഷവും അതേ സ്പേസിൽ തന്നെ നടരുത്, മാറ്റി മാറ്റി നടണം. അപ്പോഴേ നമുക്ക് അതിന് കൂടുതൽ വിളവ് കിട്ടാനുള്ള ചാൻസ് കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ അങ്ങേയറ്റം വരെ എല്ലാത്തിനും വെട്ടിച്ചൂട്ടി ഞാൻ വളമിട്ട്. കണ്ട ബീൻസിൻ്റെ ഇല കണ്ടോ നല്ല ആർത്തിരമ്പി വന്നതാ. ഒരെണ്ണം ഇല്ല, ഇല മുഴുവൻ കിളി തിന്നിട്ട്. ഇവിടെ കുരുവിയുടെ ശല്യം കൊണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ. ഈ ബീൻസിലും പൂ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 3-4 എണ്ണം വെള്ള കളർ. എനിക്ക് തോന്നുന്നു ഇത് കുറ്റി ബീൻസ് ആണെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ 3-4 തൈ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടേതല്ലാതെ ഇച്ചിരൂടെ വളർന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു ഗാർഡനിൽ നിന്ന്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറ്റി ബീൻസ് ആണെന്ന്. അതാണ് വെള്ള കളർ അത്രേ വന്നിട്ടുള്ളൂ, വള്ളി വീശുന്നില്ല. നമ്മുടെ ബ്രോക്കോളി എല്ലാത്തിനും വളമിട്ട് ഞാൻ ചെറുത് തൈകൾ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ലെറ്റ്യൂസ് കണ്ടോ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിന് അങ്ങേയറ്റത്ത് നമ്മുടെ മുളക് കണ്ട ഉണ്ടമുളകാന്ന് തോന്നുന്നു. അതോ ഇനി ക്യാപ്സിക്കം ആണെന്ന് അറിയത്തില്ല. എല്ലാം നോക്കിയിട്ട് ക്യാപ്സിക്കം മാതിരി അല്ല. നോക്കാം. ബീൻസ് ഈ പ്രാവശ്യം വെച്ച ചെടികളൊന്നും അത്ര ശരിയായിട്ടുള്ള രീതിയിലല്ല വന്ന്. എങ്കിലും പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് കളർ പൂ കണ്ടോ. ഒത്തിരി വന്നിട്ടില്ല, കുറച്ചേ വന്നുള്ളൂ. ടർണിപ്പ് പൂ വന്നു കേട്ടോ. 2-3 എണ്ണം ഞാൻ പൂ വരാൻ വേണ്ടി വിട്ടു. കാരണം നമുക്ക് അടുത്ത വർഷത്തിന് വിത്ത് വേണമല്ലോ. അപ്പോൾ അതങ്ങനെ പൂ വരട്ടെ എന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ പൂ ഞാൻ മുറിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നല്ലൊരു ഹെൽത്തി ആയിട്ട് വന്നോളും. പിന്നെ ബ്രൊക്കോളി തൈ ഇഷ്ടം പോലുണ്ട്. അങ്ങനെ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളിൽ നിന്ന് വഴുതന ഇതേ ബോക്സ് കണ്ട ചെടികൾ നട്ടത് എല്ലാം അങ്ങേയറ്റം വരയ്ക്കും. ഒരുമാതിരിയൊക്കെ അനക്കം വെച്ചിട്ടുണ്ട്. 3-4 ദിവസമായിട്ട് മഴയായിരുന്നു. ഇന്നാണ് ഒരു ചെറിയ വെയിൽ വന്നിരിക്കുന്നത്. അപ്പം മഴയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഒന്നും തലയെടുക്കത്തില്ല. ഇപ്പം ഇച്ചിരി ഒന്ന് തലയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക ഒരു തരം മുളക് ഈ പ്രാവശ്യം എനിക്ക് അതിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ഇത് ഒരുമാതിരി വഴുതനങ്ങ പോലത്തെ മുളക് കാണുന്നുണ്ടോ എല്ലാവർക്കും. ഇതാ പച്ച കളറ് നല്ല വഴുതന പോലെ ഇരിക്കുന്നു. അതുപോലുള്ള മുളക് ഉണ്ടയായിട്ട് ഇരിക്കുമോ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഒരു 3-4 എണ്ണം വന്നിട്ടുണ്ട്. മറ്റുള്ളതൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ ഇതിനു മുമ്പ് വെച്ച മുളകാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു പുതിയ ഇനം നമ്മളിപ്പം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്തായാലും വിത്തിന് നിർത്താൻ പോവാം കേട്ടോ മക്കളെ. ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം മക്കളെ കേട്ടോ.